ഫ്രണ്ട്സ്, ഈ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ജനങ്ങളെ തെറ്റിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ലൊരു തന്ത്രം എന്താണെന്നറിയോ? അത് വേറൊന്നുമല്ല, ഈ ഭിന്നിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. ആ ഒരു ഭിന്നിപ്പിക്കലിന്റെ ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രായോഗികമായി നടക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തന്നെയാണ്. കാരണം ഒരുപാട് രാഷ്ട്രീയങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഒരുപാട് മതങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, ഒരുപാട് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകൾ. അപ്പോൾ അവരെ ഭിന്നിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ, അതിനെ 2 ചേരി എന്നല്ല, 3 ചേരി എന്നല്ല, 10 ചേരികളായി നിർത്തിക്കഴിഞ്ഞാൽ പരസ്പരം തമ്മിലടിപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രത്യേക ശാസ്ത്രമാണ് ഭിന്നിപ്പിച്ച് നിർത്തുക എന്നുള്ളത്. പക്ഷേ ഇതുവരെയും നമുക്കിടയിൽ അങ്ങനെ ഒരു സ്പർദ്ധ ഉണ്ടാക്കുവാൻ നമ്മൾ തന്നെ അനുവദിച്ചിട്ടില്ല. നമ്മൾ എല്ലാവരും തന്നെ വളരെ സാഹോദര്യത്തോടെ, സ്നേഹത്തോടെ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ തന്നെയാണ്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് മുൻപിലുള്ളവരെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുക. അവിടെ ആരുടെയും രാഷ്ട്രീയമോ മതമോ ഒന്നും നമുക്ക് ബാധകമേ അല്ല. നമ്മൾ ഇതുവരെ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിലും മറ്റുമൊക്കെ നമ്മൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താറുണ്ട്. മതത്തിന്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരിലും ഒക്കെ നമ്മൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നവരാണ്. പക്ഷെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒന്നാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അത് ഈ കൊറോണ കാലങ്ങളിലും അതുപോലെ തന്നെ ഫ്ലഡിൻ്റെതായിട്ടുള്ള സമയങ്ങളിലും ഒക്കെ നമ്മൾ കാലാകാലങ്ങളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്. നമുക്ക് ചുറ്റുമുള്ളവരെ മതത്തിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെയോ പേരിൽ മാറ്റി നിർത്താതെ ഒന്നിച്ച് ഒരുമയോടെ, സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ. അതിലൂടെ ഭിന്നിപ്പിൻ്റെതായിട്ടുള്ള ക്ഷുദ്രശക്തികൾ തോറ്റ് പിന്മാറിപ്പോകട്ടെ.